ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി 1795 ജനിച്ച് 1850 നിത്യതയിലേക്ക് യാത്രയായ ഒരു വലിയ വിശുദ്ധൻ. ഇറ്റലിക്കാരനായ ഈ മഹാപുണ്യവാൻ 3 സന്യാസ സമൂഹങ്ങൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പള്ളോട്ടൈൻ കോൺഗ്രിഗേഷൻ ഫോർ പ്രീസ്റ്റ്, സിസ്റ്റേഴ്സ് ഓഫ് കാത്തലിക് അപ്പോസ്ലേറ്റ്, പള്ളോട്ടൈൻ മിഷണറി സിസ്റ്റേഴ്സ്. അങ്ങനെ ബൃഹത്തായ ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കക്കാരനെന്ന നിലയിൽ തന്നെ അദ്ദേഹം ഏറെ അറിയപ്പെടുന്ന വിശുദ്ധനാണ്. ഇറ്റലിയിലെ പ്രസിദ്ധമായ പള്ളോട്ടി കുടുംബത്തിൽ പിയത്രോയുടെയും മഗ്ദലന ദെ റോസിയുടെയും മകനായി ജനിച്ചു. കുലീനമായ ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത പോലെ തന്നെ വിശുദ്ധിയിലും പുണ്യത്തിൻ്റെ സമ്പത്തും നിറഞ്ഞവരായിരുന്നു അവർ. അങ്ങനെ സുഹൃത സമ്പന്നമായ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല വിശ്വാസ പരിശീലനവും ബോധ്യങ്ങളും ലഭിച്ച് വളരാനുള്ള ഭാഗ്യം വിൻസെൻറ്റിന് ലഭിച്ചു. 10 മക്കളിൽ ഒരാളായിരുന്നു വിൻസെൻറ്റ്. 5 മക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. ചെറുപ്പത്തിൽ തന്നെ മിടുക്കനായിരുന്നുകൊണ്ട് പഠനത്തിന് ഉത്സാഹത്തോടെ അവൻ മുന്നേറി. പഠന കാലഘട്ടങ്ങളിൽ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ നടക്കുന്ന ആദ്യകാലങ്ങളിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ശുദ്ധി വളരെ പ്രകടമായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം അവനെ നയിച്ചുകൊണ്ടിരുന്നു. തൻ്റെ കൂടെ പഠിക്കുന്ന ദരിദ്രരായ കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകാൻ, ആവശ്യമുള്ളതൊക്കെ പങ്കുവയ്ക്കാനുള്ളൊരു വലിയ സന്നദ്ധതയും സമർപ്പണവും വിൻസെൻറ്റിനുണ്ടായിരുന്നു. വിൻസെൻറ്റിൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് തൻ്റെ ആഹാരത്തിൻ്റെ പോലും പങ്ക് സഹപാഠികൾക്ക് വേണ്ടി കൊടുക്കാൻ അവൻ തയ്യാറായിരുന്നു. 15 വയസ്സ് പ്രായമായപ്പോൾ തന്നെ പുരോഹിതനാകണമെന്ന വലിയ ആഗ്രഹത്താൽ അവൻ നയിക്കപ്പെട്ടു. രൂപത സെമിനാരിയിൽ ചേർന്നുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ ആദ്യകാല പരിശീലനത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. 1818 മെയ് മാസത്തിലാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുന്നത്. പുരോഹിതനായതിനു ശേഷം തീക്ഷ്ണതയോടുകൂടി തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പഠന സാമർഥ്യം മനസ്സിലാക്കിയിരുന്ന അധികാരികൾ അദ്ദേഹത്തെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് സപ്പിയൻസ യൂണിവേഴ്സിറ്റിയിലേക്ക്, റോമിലെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുന്നു. ഫിലോസഫിയിലും തിയോളജിയിലും അദ്ദേഹം ഡോക്ടറേറ്റ് നേടുന്നു. അങ്ങനെ ഉന്നതമായ ബിരുദങ്ങൾ നേടിക്കൊണ്ട് തൻ്റെ ജീവിതം തമ്പുരാന് സമർപ്പിക്കുന്നു. സപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അദ്ദേഹം അധ്യാപകനായിട്ട്, അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് നിയമിതനാകുന്നു. അദ്ദേഹം അധ്യാപകനായിരുന്ന, ദൈവശാസ്ത്ര അധ്യാപകനായിരിക്കുന്ന സമയത്തും തൻ്റെ അധ്യാപന ജോലിയോടൊപ്പം തന്നെ പാവങ്ങളോടുള്ള വലിയ പരിഗണനയും സ്നേഹവും, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കാനുള്ള സന്നദ്ധത, ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ അറിയാനുള്ള അതുല്യമായ ഒരു സിദ്ധി, ഒരു ആന്തരിക ജ്ഞാനം അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരുന്നു. തൻ്റെ അടുത്ത് വരുന്നവരെയൊക്കെ ദൈവത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും മാനസാന്തരത്തിന് അനുഭവത്തിലേക്കും നയിക്കാനുള്ള കൃപ അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. കുമ്പസാരത്തിന് മണിക്കൂറുകൾ അദ്ദേഹം ചെലവഴിക്കുന്നതിന് തയ്യാറായിരുന്നു. തൻ്റെ തുടർന്നുള്ള 10 വർഷത്തെ അധ്യാപന ജീവിതത്തേക്കാൾ മറ്റൊരു തരം പരിപൂർണമായ നിരാധാരർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ് തൻ്റെ ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 10 വർഷം അദ്ദേഹം ദൈവശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിലുള്ള ശുശ്രൂഷ പൂർത്തിയാക്കിയിട്ട് അടുത്തുള്ള ഒരു കൊച്ചു ഇടവകയിലെ വികാരിയായിട്ട് തന്നെ നിയമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു കൊച്ചു ഇടവക പള്ളിയിലെ വികാരിയായി തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ട് വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള തൻ്റെ സമർപ്പണം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള തൻ്റെ സമർപ്പണം അദ്ദേഹം പുത്തനായിട്ടങ്ങ് ആരംഭിക്കുകയാണ്. നിരവധി മണിക്കൂറുകൾ, ഏതാണ്ട് പാതിരാ വരെയൊക്കെ കുമ്പസാരവേദിയിൽ അദ്ദേഹം മുടങ്ങാതെ കുമ്പസാരം കേട്ടുകൊണ്ട് ഒത്തിരിയേറെ പേരെ മാനസാന്തരാനുഭവത്തിലേക്ക് നയിക്കുന്നതിന് തന്നെ സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ അസാധാരണമായൊരു ദൈവാനുഭവം, പുതിയൊരു പ്രകാശം, പുതിയൊരു വഴി തെളിഞ്ഞു വരുന്നതായി അവർക്കൊക്കെ അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയ നേതൃത്വം സ്വീകരിക്കാൻ, ആത്മീയ ഉപദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് ധാരാളം ആളുകൾ എത്തിയിരുന്നു.
കഠിന പാപികളെ പോലും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കാൻ വിശുദ്ധന് കഴിഞ്ഞിരുന്നു. ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രത്തിൽ പറയുന്ന ശ്രദ്ധേയമായ ഒരു സംഭവം ഇതാണ്. വളരെ കഠിന ഹൃദയനായ ഒരു മനുഷ്യൻ തൻ്റെ വാതിൽ തുറന്നിട്ട് ആദ്യം എത്തുന്ന പുരോഹിതൻ ആരായിരുന്നാലും അയാളെ കൊന്നുകളയും എന്ന് ശഠിച്ചിരുന്ന വിധം അത്ര കണ്ട് പാപത്തിൽ ജീവിച്ച കഠിന ഹൃദയനായ ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു. പ്രാർത്ഥിച്ചൊരുങ്ങി അദ്ദേഹം വേഷപ്രച്ഛന്നനായിട്ട് ഒരു വൃദ്ധയുടെ വേഷം ധരിച്ചുകൊണ്ട് ഈ വാതിൽ കടന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് തമ്പുരാൻ്റെ സ്നേഹവും കാരുണ്യവും വിശുദ്ധൻ്റെ വാക്കുകളിലൂടെ കടന്നു ചെല്ലുന്നു. അദ്ദേഹം അനുതപിച്ച് കുമ്പസാരിച്ച് പുതിയ മനുഷ്യനായിത്തീർന്നു. ഇങ്ങനെ ഒട്ടേറെ പാപികളെ യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്കും കൃപയിലേക്കും നയിക്കാൻ വിശുദ്ധ വിൻസെൻറ്റിന് സാധിച്ചു. വിൻസെൻറ്റിൻ്റെ ജീവിതം അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ വേദനിക്കുന്നവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തുന്നൽ പണിക്കാർ, ചെരുപ്പ് കുത്തികൾ, അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വളരെ താഴ്ന്ന നിലയിൽ ജീവിത നിലവാരം പുലർത്തിയിരുന്ന ആളുകളെ സമുദ്ധരിക്കണം, അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവരെയൊക്കെ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വിഭാഗങ്ങൾക്കെല്ലാം വേണ്ടി സ്കൂളുകൾ ആരംഭിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. നിരവധി അനാഥാലയങ്ങൾ, വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ, ഇങ്ങനെ ഒരുപിടി പ്രസ്ഥാനങ്ങൾ അദ്ദേഹം അങ്ങ് ആരംഭിക്കുകയായി. തടവറകൾ ദൈവസ്നേഹത്തിൻ്റെ ഇടങ്ങളാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവിടെയുള്ള പാപികളെന്ന് അറിയപ്പെടുന്ന മനുഷ്യർ, മുദ്ര കുത്തപ്പെട്ടവർ, അവരും കർത്താവിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തടവറ ശുശ്രൂഷയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നു. തടവറയിൽ കഴിയുന്ന മനുഷ്യർക്ക് കർത്താവിൻ്റെ വചനം പങ്കുവച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അവരുടെ അവസാന നിമിഷം വരെ അടുത്തു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും അവസാനത്തെ നിമിഷമെങ്കിലും അവർ മാനസാന്തരപ്പെട്ട് മിശിഹായിലേക്ക് തിരിയുമെന്ന പ്രത്യാശയോടെ കാത്തു നിൽക്കാനും പള്ളോട്ടിക്ക് കഴിഞ്ഞു. അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യരെ മാനസാന്തരാനുഭവത്തിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ പുണ്യവാന് സാധിച്ചത് ശ്രദ്ധേയമായ അനുഭവമായിട്ട് ചരിത്രങ്ങളിലൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ സമ്പൂർണമായി നിരാധാരർക്ക് വേണ്ടി, അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സമർപ്പണമായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനങ്ങളൊക്കെ തുടരുവാൻ വേണ്ടിയിട്ടുള്ള സമൂഹം തന്നെ, കോൺഗ്രിഗേഷൻസ് അങ്ങനെ രൂപപ്പെട്ടു വരികയായി. വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ ശുശ്രൂഷകളെല്ലാം ലോകമെമ്പാടും വ്യാപിക്കുന്നതിന് സഹായകമായ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ നിറഞ്ഞ സമൂഹങ്ങൾ രൂപപ്പെട്ടു വന്നു. മാത്രമല്ല തടവറ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ഒരു പ്രത്യേക സംഘം തന്നെ അദ്ദേഹം രൂപീകരിച്ചു. ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ കഠിനാധ്വാനവും പൂർണ്ണമായ സമർപ്പണവും അദ്ദേഹത്തെ കർത്താവിൻ്റെ കരങ്ങളിലെ വലിയ ഉപകരണമാക്കി മാറ്റി. 1850 ജാനുവരി 22 അദ്ദേഹം തൻ്റെ ഈ ഭൂമിയിലെ ദൗത്യമൊക്കെ പൂർത്തിയാക്കി നിത്യതയിലേക്ക് യാത്രയാകുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞുകൊണ്ട് തന്നെ ആ വിശുദ്ധിയുടെ പരിമളം തിരിച്ചറിഞ്ഞ ഒരു വലിയ സമൂഹം തന്നെ, ആയിരക്കണക്കിന് മനുഷ്യർ ആ മൃതശരീരം കണ്ടു വണങ്ങാൻ, ആദരിക്കുവാൻ അവിടെ എത്തിച്ചേർന്നു. 3 ദിവസങ്ങൾ തന്നെ ശരീരം പൊതുദർശനത്തിനായിട്ട് വെച്ചിരുന്നു. ഒരു പ്രത്യേക സുഗന്ധം ആ മൃതശരീരത്തിൽ നിന്നും ചുറ്റുപാടുകളിലേക്ക്, മുറിയിലേക്കൊക്കെ വ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കം ചെയ്തതിന് ശേഷവും മുറിയിൽ സുഗന്ധമുണ്ടായിരുന്നു. 1852 തന്നെ, അതായത് മരിച്ചതിന് 2 വർഷങ്ങൾക്ക് ശേഷം നാമകരണ നടപടികൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു. 1906 മാർച്ച് 22 കുഴിമാടം ഔദ്യോഗികമായിട്ട് പ്രത്യേക നിയമിതരായ ആളുകളുടെ സാന്നിധ്യത്തിൽ തുറക്കുമ്പോൾ അത് അഴുകാത്ത ശരീരമായിട്ട് അത്ഭുതകരമായ ശോഭയോടെ കാണപ്പെട്ടു. സാൽവത്തോറെ ദൈവാലയത്തിൽ സംസ്കരിക്കപ്പെട്ട ആ മൃതദേഹം വീണ്ടും ഒന്നുകൂടി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് സമർപ്പിച്ചു. അത് 10 ദിവസത്തിന് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് വീണ്ടും സംസ്കരിക്കുന്നതിന് ഇടയായത്. 1949 ഡിസംബർ 2 വീണ്ടും കല്ലറ തുറക്കുകയും അപ്പോഴും ആ ശരീരം അഴുകാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് നാം തിരിച്ചറിയുന്നു. അങ്ങനെ അഴുകാത്ത ആ ശരീരം ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ഇടപെടലിലൂടെ ഒരു അടയാളമായിട്ട് ദൈവം ലോകത്തിന് സമ്മാനിച്ചതാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഈ പുണ്യവാന്റെ ജീവിതം ലോകത്തിന് മുഴുവൻ ശോഭ പകരുന്നതായിരുന്നു. 1950 വാഴ്ത്തപ്പെട്ടവനായിട്ട് സഭ ഔദ്യോഗികമായിട്ട് വിൻസെൻറ്റിനെ പ്രഖ്യാപിക്കുന്നു. 1963 ജാനുവരി 20 23 യോഹന്നാൻ പാപ്പ അദ്ദേഹത്തെ തിരുസഭയിൽ വണക്കത്തിനായിട്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.
പുണ്യവാനായ വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജീവിതം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും പിന്നീടും അനേകായിരങ്ങൾക്ക് പ്രചോദനമായി മാറി. ഈ വിശുദ്ധൻ തുടങ്ങി വെച്ച ആതുര സേവന ശുശ്രൂഷകൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇന്ന് വിവിധ സന്യാസ സമൂഹങ്ങൾ, അദ്ദേഹം തന്നെ തുടങ്ങി വെച്ച സന്യാസ സമൂഹങ്ങൾ ലോകമെമ്പാടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ വലിയ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ സുഹൃത വഴികളിലൂടെ അദ്ദേഹത്തെ അടുത്ത് അനുഗമിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ പുണ്യവാന്റെ ജീവിതത്തിലെ സുവിശേഷ മൂല്യങ്ങൾ നമുക്കും സ്വന്തമാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാം. പുണ്യവാനായ വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജീവിതത്തിൻ്റെ ലാളിത്യവും ദാരിദ്ര്യാരൂപിയും പാപികളോടും അവഗണിക്കപ്പെട്ടവരോടുമുള്ള വലിയ അടുപ്പവും പ്രതിബദ്ധതയുമൊക്കെ ശക്തമായ വിധം സുവിശേഷത്തിൻ്റെ പുറങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ ചെറുപ്പം മുതലേ ലാളിത്യം പരിശീലിച്ച് ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിൽ ജീവിച്ചിരുന്ന ഒരു കൊച്ചു പുണ്യവാൻ, ചെറുപ്പം മുതൽ തന്നെ വിശുദ്ധിയിൽ വളർന്നൊരു വ്യക്തി, കുടുംബത്തിൽ കിട്ടിയ ആ ഒരു ജീവിത ദർശനം, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് പോലും തൻ്റെ ആഹാരത്തിൻ്റെ വിഹിതം പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ, ദരിദ്രരായ സഹപാഠികൾക്ക് പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയും സമർപ്പണവും കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു സുഹൃതമായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ അരൂപി, ലാളിത്യത്തിൻ്റെ സിദ്ധി, സുഹൃതം, ഇതൊക്കെ കുടുംബത്തിൻ്റെ മണ്ണിലാണ് ആദ്യം പിറക്കുന്നത്. കുടുംബത്തിൽ കിട്ടുന്ന ആദ്യത്തെ അനുഭവങ്ങൾ, മാതാപിതാക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ, സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ, ഇത് ശക്തമായ അടിസ്ഥാനമാണ്. ഇത്തരം അടിത്തറകൾ ഇളങ്ങിയിരിക്കുന്നത് ആധുനിക കാലത്തിൻ്റെ ഒരു അപകട സൂചനയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും കൈവിട്ടു പോകുന്നത് ഈ ലാളിത്യത്തിൻ്റെ പാഠങ്ങളാണ്. ഈ ലാളിത്യവും ദാരിദ്ര്യാരൂപിയുമൊക്കെ എങ്ങനെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ധൂർത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. ആഡംബരത്തിൻ്റെ ഒരു അതിപ്രസരം അറിഞ്ഞുമറിയാതെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മാതാപിതാക്കൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചെല്ലാം ചെയ്യുന്നു എന്നുള്ളൊരു അപകടമുണ്ട്. ഇഷ്ടവും സ്നേഹവും തമ്മിൽ തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ അപകടം കൂടിയാണത്. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വേണ്ട വിധം ബോധപൂർവം വായിച്ചറിയാതെ, അവരുടെ ആവശ്യങ്ങളിലേക്ക് അവധാനപൂർവ്വം വചനത്തിൻ്റെ വെളിച്ചത്തിൽ കടന്നു ചെല്ലാതെ എന്തും കൊടുത്തും ആഡംബരവും ഏതെങ്കിലും തരത്തിലുള്ള അഹന്തയുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു അത്യാർത്തിയോടുകൂടി നീങ്ങുന്ന കുടുംബത്തിൻ്റെ മണ്ണ് ഇളക്കം പറ്റിയിരിക്കുന്നതാണ്. അവിടെ അപകടമുണ്ടെന്ന് സത്യം നമ്മൾ തിരിച്ചറിയുന്നു. പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്ന മാതാപിതാക്കൾ അതിൽ അഹങ്കരിക്കുന്നു, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിരുവിട്ട് അഹന്തയോടെ പെരുമാറുന്നു. എല്ലാം സ്വന്തമാക്കണമെന്നൊരു ആർത്തിയുടെ സംസ്കാരം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ആർത്തിയുടെ സംസ്കാരം ആദ്യം ആരംഭിക്കുന്നത് വീടിൻ്റെ മണ്ണിലാണ്. ആർത്തിയോടുകൂടി എല്ലാം കാണുകയും എല്ലാം വെട്ടിപ്പിടിക്കാൻ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് കുടുംബത്തിൻ്റെ ഭക്ഷണമേശയിൽ തന്നെ ആരംഭിക്കുന്നു, കുടുംബത്തിൻ്റെ വ്യാപാരങ്ങളിൽ ആരംഭിക്കുന്നു. പിന്നെ അത് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്ന സ്കൂളുകളിലേക്കും ചുറ്റുവട്ടങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം കുത്തിവെക്കുന്നത് ഇത്തരം ആർത്തിയുടെ ആഡംബരത്തിൻ്റെ വിഷമാണ്. അത് തിരിച്ചറിയാനായിട്ട് നമുക്കിന്ന് കഴിയണം. അല്ലെങ്കിൽ നാശം വരുന്നത് ഈ കാലഘട്ടത്തിന് കുടുംബങ്ങൾ തന്നെ ചിന്ന ഭിന്നമാകും. കുടുംബങ്ങളിൽ തന്നെ വലിയ വിള്ളലുകൾ വരും. പിന്നീട് അങ്ങോട്ട് അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ അവർക്കും സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു. വഴിവിട്ടു പോകുന്ന അവസ്ഥയിൽ എല്ലാം കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് ചെന്നുവിടുന്നു. ഈ ഒരു വലിയ അപകടകരമായ അവസ്ഥയിൽ വ്യക്തമായ ചില നിലപാടുകൾ സ്വീകരിക്കണമെന്ന് വിശുദ്ധൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലൂടെ, ജീവിതത്തിൻ്റെ സുഹൃതങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവഗണിക്കപ്പെട്ടവരോട്, കഠിനപാപികളോട് അദ്ദേഹത്തിനുള്ള ഒരു വലിയ കരുണയുടെ, പ്രതിബദ്ധതയുടെ മുഖമാണ്. അവന് എല്ലാവരും വേണ്ടപ്പെട്ടവരായിരുന്നു. കർത്താവിൻ്റെ മനസ്സാണത്. ക്രിസ്തുവിൻ്റെ മനസ്സിൽ ആരും അന്യരല്ല. ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഏത് പാപിയിലും ഒരു വിശുദ്ധൻ ഒളിഞ്ഞിരിപ്പുണ്ട്. മത്തായിയുടെ വീട്ടിലേക്ക് കർത്താവ് എത്തിച്ചേരുന്നു. അവനിൽ ഒരു അപ്പസ്തോലനെ അവിടെ നിന്ന് കാണുന്നുണ്ട്. ചുങ്കക്കാരിൽ ഒരു പ്രധാനപ്പെട്ടവനായ മത്തായി, എല്ലാവരുടെയും കണ്ണിലെ കരടാണ് അയാൾ. പ്രത്യേകിച്ചും യഹൂദ സമൂഹത്തിൻ്റെ കണ്ണിലെ കരടാണ്. അയാൾ പാപിയാണെന്ന് ജനം വിധിച്ചിരിക്കുകയാണ്. പാപി ആയ ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അവനോടൊപ്പം വിരുന്നിന് ഒരുമിച്ചിരുന്നിട്ട് അവനെ നേടിയെടുക്കുന്ന കർത്താവ് അവനിൽ മറഞ്ഞു കിടക്കുന്ന പുണ്യവാനെ, അപ്പസ്തോലനെ കാണുന്നു. ഇത്തരത്തിലുള്ള ഒരു മനസ്സാണ് ക്രിസ്തുവിൻ്റെത്. എവിടെയും അങ്ങനെ തന്നെയാണ്. അവിടുന്ന് വിശുദ്ധരെ സ്വപ്നം കാണുന്നവരാണ്. സ്വർഗരാജ്യത്തിൻ്റെ പതിപ്പുകളായിട്ട് അവിടുന്ന് എല്ലാം കാണുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങളാണ് അവിടത്തേക്ക് പങ്കുവയ്ക്കാനുള്ളത്. പാപിനിയായ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. കല്ലെറിയാനായിട്ട് കൊണ്ടുവന്നതാണ് അവളെ.
കല്ലെറിയാനായിട്ട് ഏതാനും പേര് അവളിൽ കുറ്റം മുഴുവനും ആരോപിച്ചിട്ട് ഇവൾ ശിക്ഷിക്കപ്പെടേണ്ടവളാണ്, മോശയുടെ നിയമം അനുസരിച്ച് പരിപൂർണമായിട്ട് ഇവൾ പാപിയാണ്, അതുകൊണ്ട് കല്ലെറിയപ്പെടണം എന്ന നിർബന്ധത്തോടും ശാഠ്യത്തോടും കൂടിയാണ് അവളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഗുരുവിനെ പരീക്ഷിക്കണം, ഗുരുവിൻ്റെ നിലപാടറിയണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കല്ലെറിയും, അത്തരത്തിലുള്ളൊരു ദുശാഠ്യത്തോടു കൂടി അവർ നിൽക്കുകയാണ്. ഇവിടെ ഗുരു നിശബ്ദനാകുന്നു, ഒന്നും പറയുന്നില്ല, ഒന്നും വിധിക്കുന്നുമില്ല. എന്തൊക്കെയോ അല്പസമയം ആലോചിച്ചിട്ടെന്ന വിധം നിലത്തെന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നു. പിന്നീട് കർത്താവിന് പറയാനുള്ളത് കരുണയുടെ ഒരു സുവിശേഷമാണ്, വിധിക്കാത്ത മനസ്സാണ്. കർത്താവ് പറയുന്നത് അവരുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കും, അല്ലെങ്കിൽ അവരൊരു പക്ഷെങ്കിൽ അപകടം കൂടാതെ വിട്ടുപോകും. കർത്താവ് പറയും, നിങ്ങളിൽ പാപമില്ലാത്തവൻ എറിയട്ടെ ആദ്യത്തെ കല്ല്. ആർക്കും എറിയാൻ പറ്റില്ലല്ലോ, കാരണം അവർക്കൊക്കെ അതൊരു ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. തങ്ങളും പാപികളാണെന്നൊരു ചിന്തയിലേക്ക് ഒരുപക്ഷെ അവരെത്തിയിട്ടുണ്ടാവും. ഇവൾ പാപിനിയായി തീർന്നെങ്കിൽ ഇവൾ ചെയ്ത പാപത്തിൻ്റെ പിറകിൽ ഞങ്ങളുടെയും കരങ്ങളില്ലേ എന്നുള്ള ചോദ്യം, ഇവളെ തിന്മയിലേക്ക് നയിച്ചവരിൽ ഞങ്ങളും ഉത്തരവാദികൾ പലരുമില്ലേ, ഒരുപക്ഷെ അവളേക്കാൾ വലിയ തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ലേ എന്നൊരു ചോദ്യം ഒരുപക്ഷെ അവരിൽ മുഴങ്ങിയിരിക്കാം. ഏതായിരുന്നാലും അവരൊക്കെ വിട്ടുപോകുന്നുണ്ട് കല്ലുകൾ താഴെയിട്ടതിന് ശേഷം. കർത്താവ് പറയുന്നു, മോളെ ഞാനും വിധിക്കുന്നില്ല, പക്ഷെ മേലിൽ പാപം ചെയ്യരുത്. പാപത്തെ വെറുക്കുന്ന, പാപിയെ സ്നേഹിക്കുന്ന, ആരെയും വിധിക്കാത്ത ആ മനോഭാവത്തിലേക്കാണ് മിശിഹ നമ്മെ നയിക്കുന്നത്. എത്രയോ വിധിപ്പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ വെറുതെ നമ്മൾ കണ്ണടച്ച് വിധിച്ചു കടന്നു പോയിട്ടുണ്ട്. ധാരാളം ആളുകളെ ഒന്നും അറിയാൻ നമുക്ക് കഴിയാത്തപ്പോഴും കഠിനമായ ഹൃദയത്തോടു കൂടി നമ്മൾ മനുഷ്യരെ വിധിച്ചു തള്ളുന്നുണ്ട്. ആർക്കാണ് ആരെ അറിയാൻ പറ്റുന്നത്? ആർക്കും ആരെയും കാര്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല, ആർക്കും ആരെയും മനസ്സിലാക്കാനും എളുപ്പമല്ല. ഒരിക്കൽ നാരായണ ഗുരു ഒരു പുഴയോരത്തിരിക്കുകയാണ്. പുഴയോരത്തിരിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് വന്ന് ശിഷ്യൻ കെ അയ്യപ്പൻ ചോദിക്കുന്നു, എന്താ ഗുരുസ്വാമി ഇങ്ങനെ പുഴയോരത്ത് തനിച്ച്? ഗുരുസ്വാമി പറഞ്ഞു, ഞാൻ എൻ്റെ സങ്കടങ്ങൾ പുഴയോട് പറയുകയാണ്. ഗുരുസ്വാമിക്ക് സങ്കടങ്ങളോ? എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? ശിഷ്യൻ വീണ്ടും ചോദിച്ചു. അതെ, ആ പഴയ ധർമ്മസങ്കടം തന്നെ. എന്നിട്ട് പുഴയെന്തു പറയുന്നു ഈ സങ്കടങ്ങൾ പങ്കുവെച്ചപ്പോൾ? എന്താണ് ഈ സങ്കടങ്ങൾ? ഗുരുസ്വാമി പറഞ്ഞു, ആ ധർമ്മസങ്കടം മറ്റൊന്നുമല്ല, തന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇതാണ് എൻ്റെ സങ്കടം. ഇത് പുഴയോട് പറഞ്ഞപ്പോൾ പുഴ എന്തു പറഞ്ഞു? ഗുരുസ്വാമിക്ക് മറുപടിയുണ്ട്. പുഴ പറഞ്ഞു, എൻ്റെയും സങ്കടം അത് തന്നെയാണ്. ആർക്കും ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആർക്കും ആരെയും വേണ്ടുവോളം മനസ്സിലാക്കാനും പറ്റുന്നില്ല. ആരെയും മനസ്സിലാക്കാതെ തന്നെ എന്തുമാത്രം വിധികൾ നമ്മൾ നടത്തുന്നു. ഇത്തരം വിധിപ്പിഴവുകൾ കൊണ്ട് മുറിവേറ്റവർ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ടാകും. ആ മുറിവിലൂടെ ചലവും പഴുപ്പും ഒഴുകുന്നുണ്ടാവും, പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഫുൾട്ടൻഷ്യൻ വിഖ്യാതനായ വചനപ്രഘോഷകൻ, അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിലൊന്നും ഇങ്ങനെയുണ്ട്: സ്വർഗരാജ്യത്തിലെത്തുമ്പോൾ 3 അത്ഭുതങ്ങൾ കാണും. 3 അത്ഭുതങ്ങൾ നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കും. എന്താണ് ആദ്യത്തെ അത്ഭുതം? പ്രതീക്ഷിച്ച പല ആളുകളെയും ഇവിടെ കാണുന്നില്ലല്ലോ. സ്വർഗത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ അത്ഭുതപ്പെടുകയാണ്. ഞാൻ ഒരുപാട് ആളുകളെ പ്രതീക്ഷിച്ചിരുന്നു, പല വിശുദ്ധരായ ആളുകളും, എല്ലായ്പ്പോഴും നന്മ ചെയ്ത് ജീവിക്കുന്നവരെന്ന് കരുതിയിരുന്നവരും, അങ്ങനെ ഭക്തിയുള്ള പല മനുഷ്യരെയും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ പലരെയും ഇവിടെ കാണുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി? നേരത്തെ മരിച്ചതാണല്ലോ, കാണുന്നില്ല. ഒരു അത്ഭുതം. പിന്നെ രണ്ടാമത്തെ അത്ഭുതം, ഞാൻ നോക്കുമ്പം ഒട്ടും കൊള്ളുകലാത്ത പലരും വന്ന് കയറിയിരിക്കുന്നു ഉന്നതമായ സിംഹാസനങ്ങളിൽ. ഇവന്മാരൊക്കെ എങ്ങനെ വന്ന് കയറി ഇവിടെ? ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ലോ ഇങ്ങനെ ഈ വകുപ്പിനെ ഒന്നും. എല്ലാം വന്ന് സ്വർഗീയ സിംഹാസനത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ എങ്ങനെ വന്നുപെട്ടു? രണ്ടാമത്തെ അത്ഭുതം. ഇനി മൂന്നാമതൊരു അത്ഭുതം കൂടിയുണ്ട്. ദൈവമേ, ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ദൈവമേ, നിൻ്റെ കാരുണ്യം മാത്രം. ഈ 3 അത്ഭുതങ്ങൾ ഒരു കഥാരൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ആരെയും നമുക്ക് വിധിക്കാനാവില്ല. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും അതാണ് നമ്മുടെയൊക്കെ രക്ഷയുടെ അടിസ്ഥാനം. പലപ്പോഴും ഞാൻ വിധിക്കുന്നത് വളരെ തെറ്റായിട്ടായിരിക്കും. അവഗണിക്കപ്പെടുന്ന ആളുകൾ, ഒരുപക്ഷെങ്കിൽ പാപികളെന്ന് മുദ്ര കുത്തപ്പെട്ടവർ, അവരൊക്കെ ഒട്ടും സ്വീകാര്യരല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ നേർക്ക് വിരലുകൾ ചൂണ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു അവഗണനയുടെ അവസ്ഥയിൽ നാം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ അവഗണിക്കുന്ന ആ മനോഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു തിരുത്തലായിട്ട് വിശുദ്ധൻ നമ്മുടെ മുമ്പിലുണ്ട്. അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ ഇന്ന് വളർന്നു വരുന്നുണ്ട്. ജയിൽ മിനിസ്ട്രി പോലത്തെ ശുശ്രൂഷകൾ, തടവറ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്ത വ്യക്തിയായിരുന്നു പുണ്യവാനായ വിൻസെൻ്റ് പല്ലോട്ടി. തടവറയിൽ ഉള്ളവരൊക്കെ പാവികളാണെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുമ്പം, അവരെയൊക്കെ ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ, അവരിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധനെ കാണാനുള്ള കണ്ണ് അദ്ദേഹത്തിനുണ്ടായിരുന്നു.
ജീസസ് ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറയുന്ന സംഘടന, അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ, ഇതൊക്കെ വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചുവടുവെപ്പുകളാണ്. തടവറയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരിൽ മറഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ മുഖം, മുറിവേറ്റ ക്രിസ്തുവിൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നിലപാട്, സമീപനം, അതിലൂടെ എത്രയോ ആളുകൾ ഓർക്കുന്നുണ്ട്. ഞാൻ സെമിനാരി പഠിച്ച കാലഘട്ടത്തിലും അതിനുശേഷവും തടവറ പ്രേക്ഷിത മേഖലയിലൊക്കെ ശുശ്രൂഷ ചെയ്യാനിടയായ സന്ദർഭങ്ങൾ, തടവറകൾ സന്ദർശിച്ചപ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി തടവറയിൽ കഴിയുന്ന കർത്താവിൻ്റെ മുഖം കാണാൻ, ക്രൂശിതനായ മിശിഹായെ തിരിച്ചറിയാൻ ആഗ്രഹത്തോടു കൂടി തടവറകളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ വചനം പങ്കുവെച്ചപ്പോൾ കർത്താവിൻ്റെ കരം അത്ഭുതകരമായിട്ട് അവിടെ പ്രവർത്തിച്ച സന്ദർഭങ്ങൾ, കഠിനഭാവികളെന്നും കഠിനഹൃദയരെന്നും മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ടിരുന്ന മനുഷ്യരുടെ കണ്ണുകളിൽ കർത്താവിൻ്റെ കരകവിയുന്ന കാരുണ്യം, കണ്ണീരിറ്റിറ്റ് വീഴുന്ന അനുഭവങ്ങൾ, അത്തരത്തിലുള്ള അനുഭവങ്ങൾ കർത്താവിൻ്റെ വചനം പങ്കുവെക്കുമ്പോൾ കൺമുമ്പിൽ ദൃശ്യമാകുന്നു. അവഗണിക്കപ്പെട്ട ജീവിതങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അവർക്കൊക്കെ വേണ്ടി നിലപാടുകൾ സ്വീകരിക്കണമെന്ന് എടുത്തു പറയുന്ന ഒരു അമരക്കാരനാണ് ഫ്രാൻസിസ് പാപ്പ. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായിട്ട് കത്തോലിക്ക സഭയുടെ അമരത്തിരുന്നു കൊണ്ട് ധീരതയോടെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകളും ചുവടുവെപ്പുകളും പിതാവിൻ്റെ വാക്കുകളും ഇന്ന് ലോകമേത കാതോർക്കുന്നുണ്ട്. അദ്ദേഹം സന്ദർശിക്കുന്ന വേളകളിലൊക്കെ ഏതെല്ലാം രാജ്യങ്ങൾ സന്ദർശിച്ചാലും അവിടെയുള്ള അവഗണിക്കപ്പെട്ട മേഖലകളെ, അവിടെയുള്ള സ്ലമ്മുകൾ, ഇതൊക്കെ അദ്ദേഹം സന്ദർശിക്കാൻ മറക്കുന്നില്ല. വേദനിക്കുന്നവരോടുള്ള വലിയ പ്രതിബദ്ധത, കർത്താവിൻ്റെ ഹൃദയമാണത്, കരുണയുടെ ഹൃദയം. മാർപ്പാപ്പ കഴിഞ്ഞ നാളുകളിൽ മൊറോൻ കൂദാശ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയ ഔദ്യോഗിക സന്ദേശത്തിൽ അദ്ദേഹം സങ്കീർത്തകനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു ശ്രദ്ധേയമായ വചനഭാഗം, അതിൻ്റെ വ്യാഖ്യാനം വളരെ ശ്രദ്ധേയമാണ്. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരമാണ്, അത് അഹറോൻ്റെ തൈലം പോലെയാണ്. ശിരസിൽ നിന്നും താടിയിലേക്കും അവിടെ നിന്ന് വസ്ത്രത്തിൻ്റെ വിളുമ്പുകളിലേക്കും ഒഴുകിയിറങ്ങുന്ന തൈലം പോലെ. എന്നിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ, വസ്ത്രത്തിൻ്റെ വിളുമ്പുകളിലേക്ക് ഒഴുകിയിറങ്ങുന്ന തൈലം പോലെ ലോകത്തിൻ്റെ ഇറമ്പുകളിലേക്ക്, വിളുമ്പുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശുശ്രൂഷകൾ എത്തിച്ചേരണം. ഇറമ്പുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർക്ക് നമ്മുടെ ശുശ്രൂഷകൾ എത്തിച്ചേരണം. അജപാലന ശുശ്രൂഷകൾ, ആതുര ശുശ്രൂഷ മേഖലകൾ, വ്യത്യസ്തമായ സഭയുടെ മിനിസ്ട്രികളൊക്കെ ഇറമ്പുകളിൽ വരെ എത്തിച്ചേരണം എന്നർത്ഥം. ഇത് സമസ്ത മേഖലകളിലും സത്യമാണ്. അജപാലന മേഖലകളിൽ, കുടുംബജീവിതത്തിൻ്റെ മേഖലകളിൽ, നാം ഇടപെടുന്ന സാമൂഹിക സേവന മേഖലകളിലെല്ലാം ഇത് വളരെ വ്യക്തമാണ്. ആ ഒരു മനോഭാവവും കാഴ്ചപ്പാടുകളും കുടുംബത്തിൽ തന്നെ വളർത്തിയെടുക്കാനും പിന്നീടത് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാൻ കഴിയണം. അങ്ങനെ അവഗണിക്കപ്പെട്ടവരുടെ ശുശ്രൂഷകനായിട്ട്, അവരുടെ പ്രേക്ഷിതനായിട്ട് മാറിയ വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജീവിതം നല്ലൊരു ഉദാഹരണമാണ്. ലോകത്തിൽ ആരും ഉപേക്ഷിക്കപ്പെടാനുള്ളവരല്ല. ഏതു കഠിനപാപിയിലും കർത്താവിൻ്റെ കരം അത്ഭുതകരമായ വിധം അടയാളമായി മാറും. ഏത് അവഗണിക്കപ്പെട്ട വ്യക്തിയിലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയപ്പെടുന്നുണ്ട് എന്നുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇത് ആദ്യം ആരംഭിക്കട്ടെ. കുടുംബത്തിൽ ആരെങ്കിലും അവഗണിക്കപ്പെടുന്നുണ്ടോ? കുടുംബത്തിൻ്റെ മണ്ണിൽ ആരെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ വേണ്ട വിധമുള്ള പരിഗണന ലഭിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടോ? പ്രായമായ അപ്പന്, അമ്മയ്ക്ക്, വല്യമ്മയ്ക്ക്, വല്യപ്പന്, മറ്റാരെങ്കിലും രോഗാതുരമായ അവസ്ഥയിൽ അവഗണിക്കപ്പെടുന്നുണ്ടോ? കുടുംബത്തിൻ്റെ മണ്ണിൽ ആദ്യം ആരംഭിക്കേണ്ട ശുശ്രൂഷയുടെ ക്രൈസ്തവ പാഠങ്ങൾ നമ്മൾ മറക്കുന്നുണ്ടെങ്കിൽ അവിടെ കർത്താവ് നമ്മോട് കണക്ക് ചോദിക്കും. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇടപെടുന്ന സാമൂഹിക മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, ഏതു മേഖലകളിലാണെങ്കിലും അവിടെയൊക്കെ ഈ ഒരു കരുതലും കരകവിയുന്ന കാരുണ്യത്തിൻ്റെ സ്പർശമൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കാനുണ്ടാകും. അവിടെയൊക്കെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന സത്യം ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലെ വെല്ലുവിളിയാണ്. ഇന്ന് വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി ഈ അർത്ഥത്തിൽ നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ജീവിതത്തിൻ്റെ ലാളിത്യം എവിടെയെങ്കിലും കൈമോശപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ധൂർത്തിൻ്റെ, ആഡംബരത്തിൻ്റെ, അതിമോഹത്തിൻ്റെ, അത്യാർത്തിയുടെ തലങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വ്യക്തിജീവിതങ്ങളും കുടുംബജീവിതവും സാമൂഹിക ഇടപെടലുകളുമൊക്കെ കൂപ്പുകുത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തിരുത്തലായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പുതിയ തിരുത്തൽ. 2, അവഗണിക്കപ്പെട്ടവരോട്, മാറ്റി നിർത്തപ്പെട്ടവരോട്, കഠിനപാപികളെന്ന് മുദ്രകുത്തപ്പെട്ടവരോടുള്ള നമ്മുടെ പ്രതിബദ്ധത. ആരെയും നമുക്ക് വിധിക്കാതിരിക്കാം. മുമ്പിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിൽ നന്മയുണ്ടെന്ന് കണ്ടുകൊണ്ട് അവരിൽ മറഞ്ഞു കിടക്കുന്ന മാലാഹയെ തിരിച്ചറിയാൻ കഴിയട്ടെ. ഒരു ശില്പിയുടെ മുമ്പിൽ കിട്ടുന്ന പാറക്കല്ലിൽ ഒരു മാലാഹ മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകും. ഒരുപക്ഷെ എനിക്ക് ആ പാറക്കല്ല് ഒന്നിനും കൊള്ളാത്ത, എറിഞ്ഞു കളയാൻ മാത്രം കൊള്ളുന്ന ഒരു കല്ലാണെങ്കിൽ മൈക്കിൾ ആഞ്ചലോയുടെ മുമ്പിൽ,
ദാവിഞ്ചിയുടെ മുമ്പിൽ ഈ പാറക്കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മനോഹര ശില്പമായിട്ട് മാറും. അത്ഭുതകരമായി ഒരു മാലാഹ അതിൽ മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മൈക്കിളാഞ്ചലോ പാറക്കല്ല് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഇത് എൻ്റെ ജീവിതത്തിലും ഞാൻ ഇടപെടുന്ന വ്യക്തികളിലും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കണം. അപ്പോൾ അടിസ്ഥാനപരമായ നന്മയുടെ ദർശനങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയണം. നന്മയുടെ ദർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നന്മയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറുമ്പോൾ നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ ജീവിതമായി മാറും. സുവിശേഷത്തിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി മാറും. അതിന് നമുക്കിടയാവട്ടെ. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജീവിതം മനോഹരമായ ഒരു അടയാളമായിട്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വഴികളിലൂടെ നമ്മെ നയിക്കാൻ, മിശിഹായിലേക്ക് നമ്മെ എത്തിക്കാൻ കാരണമായി മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മിഴിപൂട്ടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. വിശുദ്ധിയുടെ വഴികളിലൂടെ, വിശുദ്ധരുടെ പാതയിലൂടെ അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് മാതൃകയായി, മധ്യസ്ഥനായി വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയെ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ ജീവിതത്തിൻ്റെ ധന്യതയും ഹൃദയത്തിൻ്റെ ജ്വലനവും ഞങ്ങൾക്കും സ്വീകരിക്കാനിടയാവട്ടെ. വലിയ പണ്ഡിതനായിരുന്നിട്ടും വിനീതനായി അങ്ങയെ മഹത്വപ്പെടുത്താനിടയായല്ലോ. പാവങ്ങൾക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ആയിരങ്ങളെ നയിക്കുവാനുള്ള വലിയ നിയോഗം ഏറ്റുവാങ്ങിയ ആ ധന്യജീവിതത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥമായ കൃപയിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിലും മാനസാന്തരത്തിൻ്റെ കൃപയിലും എന്നും ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടയാവട്ടെ. വേദനിക്കുന്നവർക്ക് വേണ്ടി സമർപ്പിക്കാനും അനേകർക്ക് ആശ്രയവും ആശ്വാസമായി മാറുവാനുള്ള ഞങ്ങളുടെ വിളി തിരിച്ചറിഞ്ഞ് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, കുടുംബജീവിതത്തിൻ്റെയും സമൂഹ ജീവിതത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ, അങ്ങേ സുവിശേഷത്തിൻ്റെ അടയാളങ്ങളായി ശോഭിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.